ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വ്ളോഗായിട്ട് തന്നെയാണ് വന്നത്. പിന്നെ ഇന്ന് ഞാൻ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി. പിന്നെ ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകണ്ടല്ല, അതുകൊണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കുറച്ച് തിരക്ക് പിടിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മൾ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഒഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ എടുത്തിട്ടാ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് പൂരിയും ഭാജിയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടായിരുന്നു. ഉച്ചക്ക് കഞ്ഞിയും പിന്നെ ചെറുപയർ തോരനും എന്തെങ്കിലും ചമ്മന്തി ആറ്റങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ വ്യാഴാഴ്ച ഞാൻ അധികം ഇങ്ങനെ എന്തെങ്കിലും കഞ്ഞിയെല്ലാം വെച്ചിട്ട് ഒപ്പിക്കലാന്ന്. നല്ല ചോറും കറിയൊന്നും ഉണ്ടാക്കില്ല. പിന്നെ നല്ല ചോറും കറിയും പിന്നെ ബാക്കി എല്ലാ ദിവസവും ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ കൊണ്ടുപോകണം. ഓർക്ക് രാവിലത്തതും പിന്നെ ഉച്ചക്കത്തെല്ലാം കൊണ്ടുപോകലാന്ന്. അപ്പോൾ കുറച്ച് നല്ല തന്നെ കറിയെല്ലാം ഉണ്ടാക്കും, കറിയും വറവെല്ലാം ഉണ്ടാക്കും. പിന്നെ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിന്നെ വ്യാഴാഴ്ച ഇങ്ങനെ എന്തെങ്കിലും പിന്നെ കഞ്ഞിയെല്ലാം വെച്ചിട്ട് അങ്ങനെ ഒപ്പിക്കലാന്ന്. അല്ലെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഒപ്പിക്കും. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കുറേ പാത്രം ഉണ്ട് എനിക്ക് കഴുകാൻ. പിന്നെ അലക്കാൻ ഇടണം. ഇന്ന് എല്ലാം പരക്കെ പണിയാണ്. ഇന്ന് കുറച്ചധികം പണി തന്നെയാണ് കേട്ടോ. പിന്നെ വ്യാഴാഴ്ച അധികം ഈ അലക്കലും തുടക്കലും എന്ന് പറഞ്ഞ പോലെ കുറേ പണിയുണ്ട്. പിന്നെ ഈ സ്റ്റീൽ പാത്രമെല്ലാം ഞാൻ ജിഫ് വെച്ചിട്ടാണ് കേട്ടോ തേച്ചായിട്ട് എടുക്കൽ. സ്റ്റീൽ പാത്രമല്ല, എല്ലാ പാത്രം നമുക്ക് ഇപ്പോൾ പ്ലേറ്റും പിന്നെ അതുപോലെ തന്നെ അലൂമിനിയം പാത്രം എല്ലാം നമുക്ക് ഇതുപോലെ ഈ ജിഫ് വെച്ചിട്ട് തേച്ചാൽ നല്ല വൃത്തിയായിട്ട് ഇട്ടു കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ സെബീന പൊടിയൊന്നും കിട്ടൂലല്ലോ. നമുക്ക് നാട്ടിൽ സെബീന പൊടിനെ കൊണ്ടെല്ലാം ചെമ്പും പാത്രം തേച്ചാൽ നല്ലോണം മൊഞ്ചിൽ കിട്ടുന്നില്ല. അതുപോലെ നമുക്ക് ഇവിടുന്ന് ജിഫ് വെച്ചിട്ട് തേച്ചാൽ നല്ല മൊഞ്ചിൽ തന്നെ ഇട്ടു പാത്രമെല്ലാം. പിന്നെ ഇടയ്ക്ക് ഞാൻ എല്ലാം ഒന്നിച്ചിട്ട് അങ്ങ് ബേസിലിട്ടിട്ട് തേച്ചാലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഈ തിരക്കിനുണ്ടാവുമല്ലോ വെബേ കയറ്റെടുക്കൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കും, പിന്നെ മാസത്തിലൊരിക്കൽ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും പിന്നെ സോഡാപ്പൊടിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ മുക്കിയിട്ട് വെക്കും. ഇതുപോലെ ഈ നമ്മൾ ഈ അരിപ്പെല്ലാം ഉണ്ടാവില്ല, അപ്പോൾ അതെല്ലാം നമ്മൾ ഈ തിരക്കിലുണ്ടാവുമല്ലോ കയറ്റ് വെക്കൽ. വൃത്തി കൈ വെക്കും, എന്നാലും ഒരു ചെനപ്പില്ലാത്ത പോലെ തോന്നും ഇടയ്ക്ക്. ആടിയിടലായിട്ട് എന്തെങ്കിലും കറയെല്ലാം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഓരോക്കെല്ലാം ഭാരി വെച്ചിട്ട് അങ്ങനെ തേച്ചായിട്ട് എടുക്കലാണ്. ഇനി ഇതായി പാത്രം വെക്കുന്ന തട്ടെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഇത് ഞാൻ ഈ 2 ദിവസം കൂടുമ്പോൾ എടുത്തിട്ട് വൃത്തിയാക്കലാണ്. പിന്നെ നമ്മൾ ഈ വെള്ളത്തോടെ വെക്കുമ്പോൾ ഫുള്ള് വെള്ളം കെട്ടിക്കിടന്നിട്ട് പിന്നെ ചെറിയ പ്രാണിയെല്ലാം അങ്ങ് ചത്തെടുക്കും. അതുകൊണ്ട് പിന്നെ എന്തോ പോലെയല്ല അങ്ങനെ കാണുമ്പോൾ. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഈ 2 ദിവസം കൂടുമ്പം തന്നെ വൃത്തിയാക്കിയിട്ടെടുക്കും. പിന്നെ ഞാനധികം ഇങ്ങനത്തെ പാത്രമെല്ലാം പിന്നെ ജിഫ് വെച്ചിട്ട് തന്നെയാണ് കയറ്റെടുക്കൽ. ജിഫും ലിക്വിഡെല്ലാം മിക്സ് ആക്കിയിട്ട് അന്നേരം പിന്നെ എന്തെങ്കിലും എണ്ണ മുഴുക്കലുണ്ടെങ്കിൽ അതും പോയി കിട്ടും, കറെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് അധികം പാത്രം തേച്ചിട്ട് എടുക്കൽ. ഇനി ഇതാ ഇവിടെ എല്ലാം ഒന്ന് ഈ സ്റ്റെപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം. പിന്നെ ഈ സൈഡിലുള്ള കറൊന്നും പോകുന്നില്ല കേട്ടോ. അതെല്ലാം പിന്നെ എന്താ പറയുക, നമ്മൾ മുമ്പ് ഇവിടെ വേറെ ആൾ താമസിച്ചിന്. അപ്പോൾ അതിന് ശേഷം വന്നിട്ട് ഞാൻ കുറേ വൃത്തിയാക്കാൻ നോക്കി. ഇങ്ങനെ ഇതുപോലെ ജിഫെല്ലാം വെച്ചിട്ട് നല്ലോണം തേച്ചാൽ നോക്കി, പക്ഷെ അതൊന്നും പോകുന്നില്ല. പിന്നെ കുറേ ഭാഗമെല്ലാം അങ്ങനെ വൃത്തിയാക്കിയിട്ട് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഈ ഒരു ഭാഗം വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇനിതാ ഈ പാത്രം എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് മെഷീനിൽ തുണിയുണ്ട്, അതൊന്ന് ഉണക്കാനിടണം. അത് ഞാൻ അലക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പണിയെല്ലാം എടുക്കുന്നതിനിടയ്ക്ക് ഞാൻ അധികം പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണി എടുക്കാൻ. അതാകുമ്പോൾ അവിടെ നിന്ന് കറങ്ങിക്കോളുമല്ലോ. പിന്നെ ഓട്ടോമാറ്റിക് അല്ല, സെമി ഓട്ടോമാറ്റിക്. അതിന് ഇടയ്ക്ക് വെള്ളം നിറക്കാനെല്ലാം പോകണം. അപ്പോൾ തുണി ഉണക്കാനിട്ടിട്ടുണ്ട്. പിന്നെ തുണി ആറിടലെല്ലാം മോൾ തന്നെ അങ്ങ് ചെയ്തോളൂ, അതൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കില്ല. അതെല്ലാം ഒക്കെ ഞാൻ വിട്ടുകൊടുക്കലാണ്. അങ്ങനെ ഓളാടുന്ന് തുണി ആറിയിടുന്നുണ്ട്. ഇനി ഇതാ ഞാൻ ഈ അടുപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഈ സ്റ്റീലിൻ്റെ ഭാഗത്തിൽ ഞാൻ ജിഫ് വെച്ചിട്ട് തന്നെയാണ് അധികം വൃത്തിയാക്കിയിട്ട് എടുക്കൽ. പിന്നെ അടുപ്പിൽ നമ്മൾ ദിവസം വൃത്തിയാക്കുന്നത് തന്നെയല്ലേ, അങ്ങനെ പിന്നെ കാര്യമായിട്ട് വൃത്തിയാക്കാനൊന്നുമില്ല. പിന്നെ ആഴ്ചക്ക് എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കുമ്പോൾ അങ്ങനെ വൃത്തിയാക്കിയിട്ട് എടുക്കും. അങ്ങനെ അടുപ്പും വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കബോർഡ് എന്താ പറയുക, കബോർഡ് പിന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കും കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പെല്ലാം ഒന്ന് സോപ്പിട്ട് തേച്ചാവും. പിന്നെ ഞാൻ കുറേ ഭാഗമൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ബോറാകണ്ടെന്ന് വിചാരിച്ചിട്ട്. വീഡിയോ ലെങ്ത് ആയിപ്പോയില്ല, പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ബോറായിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കൂടുതൽ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ കിച്ചണ് ഒരുവിധമെല്ലാം വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ലാസ്റ്റ് ഈ സിങ്ക് കൂടി തേച്ചിട്ട് ഇനി ബാക്കിയുള്ള പണിയെന്ന് വെച്ചാൽ പിന്നെ കാര്യമായ പണി ഉച്ചക്കത്തെ കാര്യം നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് തുണി മടക്കൽ അങ്ങനത്തെ എല്ലാം പണിയാണ്.
ഇനി ഈ കൈതോർത്തുനിന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെപ്പെല്ലാം തുടക്കം തുണി ഉണ്ടാവില്ല, അതെല്ലാം ഞാൻ മെഷീനിൽ തന്നെ ഇട്ട് അലക്കലാന്ന്. ഇവിടെ പിന്നെ തിരുമ്പുന്ന കല്ലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതെല്ലാം മെഷീനിൽ ഇടലാന്ന്. പിന്നെ ഒന്നും രണ്ടും മാത്രം ആയാലല്ലേ, ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടായാലല്ലോ ഒരുമിച്ച് അങ്ങ് ഇടലാന്ന്. ഇനി അത് അലക്കി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഞാൻ മാറ്റാന്ന് ഇടാൻ. നമ്മൾ താഴെ ഇടുന്ന മാറ്റലില്ല, അത് ലാസ്റ്റേ ഇടൂ. അത് പിന്നെ പൊന്നുള്ള തുടച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അലക്കലാന്ന്. ഇനി ഇതാ പിന്നെ ചെറുവാരി അടുപ്പത്താക്കണം. പിന്നെ കഞ്ഞി ഞാൻ അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട്, അത് കടന്ന് പോകുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇതാ കുറച്ച് വെള്ളമെല്ലാം എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ, നല്ല ചൂടാന്ന് ഇടാം. അപ്പോൾ ഇടയ്ക്ക് വെള്ളമെല്ലാം ഒന്ന് കുടിക്കുന്നുണ്ട്. ഞാൻ അധികം നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാന്ന്. നാരങ്ങ വെള്ളം തീർന്നുകൊണ്ട് പിന്നെ പച്ചവെള്ളം തന്നെ വെച്ച് കുടിക്കുക ചെയ്തത്. ഇനി ചെറിയ ഉള്ളിൻ്റെ തോല് കളയുന്നത് ഞാൻ ചെറുപയർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ലേശം ചെറിയ ഉള്ളിയും പിന്നെ 2 പച്ചമുളക് ഇട്ടിട്ട് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചെറുപയർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടുവാണെങ്കിൽ ലേശം ഇട്ട് കൊടുക്കട്ടോ. ഞാൻ കടു ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ ഈ ചതച്ച് വെച്ച ഉള്ളി പച്ചമുളക് ഇട്ടിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇത് വാട്ടി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ലേശം മുളകുപൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വാട്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുളകുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുപയർ വേവിക്കുന്ന സമയത്ത് ഞാൻ പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വെറും ലേശം വെള്ളം ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തിയാണ്. പിന്നെ കുറച്ചങ്ങ് വെന്ത് പോയിട്ടുണ്ട് ചെറുപയർ, ഞാനത് നോക്കാനും മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണി മടക്കാൻ പോയിനേനു, അതുകൊണ്ട് പിന്നെ അത് നോക്കിയിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തീ ഓഫായി കൊടുത്താൽ മതി. അങ്ങനെ ചെറുപയറായി. ഇനി ഇതാ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ലേശം തേങ്ങ ഇട്ടിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും കറിവേപ്പിലയും തേങ്ങയും പിന്നെ കുറച്ച് മുളകുപൊടിയും ലേശം ഉപ്പും ഇടാം. ഉപ്പ് കൂടി പോണ്ടേ, തേങ്ങക്ക് ഉപ്പ് പിടിക്കും, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കുക, കൂടുതൽ അരച്ചെടുക്കണ്ട, ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നല്ല രസമാണ് ഇത് ചോറിലെല്ലാം കുഴച്ചിട്ട് തിന്നാൻ. അപ്പോൾ ഇതാ ചമ്മന്തി ഇടായിട്ടുണ്ട്. ഇനി പപ്പടം ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഓവണിലാണ് ചുട്ടെടുക്കുന്നത്. നല്ല രസമല്ലേ ചുട്ട പപ്പടം കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ. അങ്ങനെ ഞാൻ വേഗം തന്നെ പപ്പടം ചുട്ടെടുത്ത് പിന്നെ പിള്ളേർക്ക് കൊടുത്ത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിച്ചത് കഞ്ഞി. കുറേ വെള്ളം കുടിച്ചോണ്ട് പിന്നെ അത്ര വിശപ്പൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിച്ചത്. ഇനി ഇതാ ഞാൻ മക്കൾക്ക് കഞ്ഞി കൊടുക്കലാന്ന്. പിന്നെ ഞാനിപ്പോൾ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അവർക്ക് മാത്രമേ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഞാനധികം പിന്നെ ചെറുപയറും കഞ്ഞിയും അങ്ങനെ മിക്സാക്കിയിട്ട് ഉള്ളതില്ല, അതാണ് ഉണ്ടാക്കൽ. പക്ഷേ ഇന്ന് എന്താണ് ഉണ്ടാക്കിയത്, ഇന്നല്ല ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ മറ്റേത് എനിക്ക് എന്തോ ഒരു മടുപ്പ് പോലെ തോന്നി, അതുകൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കില്ല. എനിക്ക് പിന്നെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വേറെ തന്നെ ഇങ്ങനെ എന്താ പറയുക, തോരനും പിന്നെ ചമ്മന്തിയും പപ്പടെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവേ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മക്കളെല്ലാം കഞ്ഞി കുടിച്ചതിന് ശേഷം പിന്നെ ഞാനിതാ ഇപ്പുറം വന്നിട്ട് എല്ലാം പിന്നെ എന്താ പറയുക, വണ്ണാമ്പലടിക്കലും അടിച്ചു വാരലും മുട്ടലും എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ കുറേ പണിയുണ്ടാവില്ല, അതെല്ലാം ചെയ്തെടുത്ത്. പിന്നെ നാട്ടിലെ പോലെ ഇവിടെ വണ്ണാമ്പലം കെട്ടണമെന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും പിന്നെ വണ്ണാമ്പലം അടിക്കും. അടിച്ച് വാരുന്ന സമയത്ത് ആടെയിടെല്ലാം മൂലക്കെല്ലാം എന്തെങ്കിലും പൊടിയെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ മാച്ചിനെ കൊണ്ട് തന്നെ അങ്ങ് തട്ടിക്കളയും. പിന്നെ വണ്ണാമ്പലം അടിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, വീഡിയോ ലെൻത്താന്ന് പിടിച്ചിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടിച്ച് വാരി ഇനി തുടക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റിന് കേട്ടോ. പിന്നെ ഇന്ന് അലക്കാൻ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി ഏതായാലും മറ്റന്നാൾ അലക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് കുറേ ഉണ്ടേനു അലക്കാൻ, അതുകൊണ്ട് ബെഡ്ഷീറ്റൊന്നും എടുത്തിട്ടില്ല. ഇനി ഏതായാലും മറ്റന്നാളെ തന്നെ അലക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്, മെഷീനിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം, ഈ മേശയെല്ലാം. പിന്നെ ഇന്ന് രാത്രി ഞാൻ ചിക്കന് ചൂടാനാണെന്ന് വിചാരിച്ചത്. പിന്നെ അതിന് വേണ്ടിയിട്ട് അമ്മൂസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ റൂമും എല്ലാം ഞാൻ ഇവിടെ മേശമലെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് മൊത്തം ഒന്ന് തുടക്കണം. പിന്നെ ബാത്റൂം ഞാൻ പിന്നെ തേച്ചാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണിയുണ്ട്. അങ്ങനെ റൂമെല്ലാം ഒരുവിധമെല്ലാം ഒരുക്കി എല്ലായിടത്തൊന്ന് വൃത്തിയാക്കിയിട്ടെല്ലാം വെച്ച് ഇനി ലാസ്റ്റ് തുടക്കലാന്ന്. അങ്ങനെ തുടക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയെല്ലാം തുടച്ചിന് കേട്ടോ, മൊത്തം തുടച്ച്. അത് പിന്നെ ബാത്റൂം തേച്ചിട്ടില്ല, അത് വെയ്യെ തേച്ചാവും കുളിക്കാൻ പോകുമ്പോൾ. എന്നിട്ട് അങ്ങനെ എല്ലാം തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം ചെമ്മീനെ കൊണ്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എന്തെങ്കിലും ചായക്കൊരു കടി വേണം. പിന്നെ കഞ്ഞി കുടിച്ചിട്ട് നല്ല വിശപ്പുണ്ടേനു. പിന്നെ ഞാൻ കഞ്ഞി കുടിക്കാനും ലേറ്റായിന്, എന്നാലും അത്ര കുറേയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. പിന്നെ പെട്ടെന്നൊരു വിശപ്പ്, അപ്പോൾ എനിക്ക് മാങ്ങ ഇട്ട് മാങ്ങ തിന്നാൻ പുതിയായിട്ട് അങ്ങനെ
കുറച്ച് ഉപ്പും മുളകിലാക്കിയിട്ട് അങ്ങനെ ഇതാ ഞാൻ ഉണ്ടാക്കിയിട്ട് തിന്നുമ്പോൾ പിള്ളേരും വന്നിട്ട് എൻ്റെ ഒക്കെ തിന്നുന്നുണ്ട്. പിന്നെ ആ മോന് കളിക്കാൻ പോകുന്ന തിരക്കില്ലാന്ന്, മോന് ഫുട്ബോൾ കളിക്കാൻ താഴത്ത് പോകുന്നതാണ്. ഇനി ഇത് അടുത്ത പണി ചെമ്മീൻ മസാല ഉണ്ടാക്കണം. പിന്നെ ഞാൻ അരി അരക്കാണ്ട് അരിപ്പൊടി വെച്ചിട്ടാണ് ചെമ്മീനവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനധികം അരി പൂത്തലാന്ന് ഇത്, പക്ഷേ നല്ല അരിപ്പൊടി ആയതുകൊണ്ട് ഞാൻ അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് അരി കുഴച്ചെടുക്കുന്നത്. പിന്നെ ഈ ചെമ്മീനടൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിനി, അത് പക്ഷേ വ്ളോഗിലാന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും ഞാൻ ഇതിൽ റെസിപ്പി പറയുന്നുണ്ട്. ഞാനിപ്പോൾ 2 ഉള്ളിയാണ് എടുത്തത്. 2 ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്. അത് പിന്നെ നമ്മളിപ്പം വെളിച്ചെണ്ണയിലോ ഓയിലോ എന്തിലാന്ന് നോക്കിയിട്ട് നമ്മൾ വാട്ടി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിന് പെട്ടെന്ന് ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കറിവേപ്പിലയും ഇതെല്ലാം കൂടിയിട്ട് ഇട്ടതിന് ശേഷം ഉള്ളി വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കലാന്ന്. പിന്നെ തക്കാളി നല്ലോണം വാട്ടിയെടുക്കണം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് തേങ്ങ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു മിക്സിൻ്റെ ജാറിൽ ഇതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചെമ്മീനട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. നോമ്പിനധികം ഉണ്ടാക്കും നമ്മൾ. അപ്പോൾ ഈ തേങ്ങയിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, കുറേയൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ചേ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തേങ്ങയുടെ അരക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലോണം വാടിക്കഴിഞ്ഞാൽ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പം 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത്. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഈ ചെമ്മീനൊന്ന് വേണം. അപ്പോൾ ചെമ്മീനാടുന്ന് പോകുമ്പോഴത്തേക്ക് ഇതാ കുറച്ച് പാത്രം കയറ്റെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ കയറ്റെടുത്ത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ തേങ്ങ അരക്കുമ്പോൾ ലേശം പെരിഞ്ചീരം ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുത്ത് നല്ല ചൊയായിരിക്കും ചെമ്മീനടുക്ക്. അപ്പോൾ തേങ്ങ അരക്കുമ്പോൾ നല്ലോണം മഷി പോലെ ഒന്നും അരച്ചെടുക്കണ്ട, പിന്നെ ചെറുങ്ങനൊന്ന് ഒരു തരി പോലെ ആയിട്ട് കിട്ടണം കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മൾ മീൻപത്തിലെല്ലാം ഉണ്ടാക്കുന്നത്, മീൻപത്തിന് തേങ്ങയെല്ലാം അരച്ചെടുക്കുന്നില്ല അതുപോലെ തന്നെ. പിന്നെ വെള്ളം കൂടുതലായിപ്പോയാലും ചെയ്യരുത് കേട്ടോ. അന്നേരം പിന്നെ പരത്തുന്ന സമയത്ത് നമ്മൾ പണ്ടം വെക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് ചാടും പണ്ടം. അപ്പോൾ വെള്ളം കുറച്ചേ ഒഴിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇനി നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം, ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് കുറച്ച് വറ്റിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ മസാല ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റാണ്. ഇനി ഇത് അരിപ്പൊടി ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല അരിപ്പൊടി ആയതുകൊണ്ട് ഞാൻ അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അധികം ഞാൻ അരി പുതിർത്തിയിട്ട് ചെയ്തെടുക്കലാണ്. പിന്നെ ഇന്ന് സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ അരിയൊന്നും പോത്താൻ നിന്നിട്ടില്ല. പിന്നെ ഇത് ടേസ്റ്റി ഫുഡിൻ്റെ അരിപ്പൊടിയാണ് കേട്ടോ, നല്ല അരിപ്പൊടി. ഇത് ഞാൻ മുമ്പ് ആമീസിന് വാങ്ങൽ, ഇപ്പോൾ ടേസ്റ്റി ഫുഡിൻ്റെ വാങ്ങൽ. ആമീസ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നല്ല എനിക്ക് ആമീസിനെ കട്ടി നല്ലോണം ഇഷ്ടമായത് ഈ അരിപ്പൊടിയാണ്, ടേസ്റ്റി ഫുഡിൻ്റെ. ഇനി ഇത് പരത്തിയിട്ട് ഒന്ന് അടുപ്പത്താക്കണം. പിന്നെ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അവിടുന്ന് തിളക്കാനായിട്ടുണ്ട്. ഇനി ഇത് വേഗം തന്നെ പരത്തിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേണം. ഞാൻ രാത്രി അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അൽഫാം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അറിയാണ്ട് ഡിലീറ്റ് ആക്കി പോയി കേട്ടോ. അതിൻ്റെ മസാല എല്ലാം പുരട്ടുന്ന, അപ്പോൾ വല്ലാണ്ട് സങ്കടമായിപ്പോയി. എന്നിട്ട് പിന്നെ എന്താ പറയുക, വേണ്ടാത്ത വീഡിയോകളുണ്ടാവില്ല മുമ്പത്തെ വീഡിയോ, അപ്പോൾ അതെല്ലാം സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞാൻ ഡിലീറ്റ് ആക്കുന്ന സമയത്ത് ഇതും കൂടി അങ്ങ് ഇതായിപ്പോയി, ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി കേട്ടോ. റെസിപ്പി കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത പ്രാവശ്യം അൽഫാം ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഇപ്പുറം അട വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തുനിന്ന് ചായ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പാൽ ചായ ഉണ്ടാക്കുന്നത്, സാധാരണ വൈകുന്നേരം കട്ടൻ ചായ ഒന്നും ഉണ്ടാക്കല്, പക്ഷേങ്കിൽ ചെമ്മീൻ അടയായതുകൊണ്ട് പാൽ ചായ കുടിക്കാൻ ഭയങ്കര പൂതി, അങ്ങനെ പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതാ അടയെല്ലാം വെന്ത് പിന്നെ ഞാൻ പിള്ളേർക്ക് വേഗം തന്നെ ചായ കൊടുക്കാമെന്ന് വിചാരിച്ച്. അവർക്ക് മദ്രസൻ്റെ ക്ലാസ് ഇപ്പോൾ തുടങ്ങും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായപ്പൊടി പാട്ടിലിട്ട് വെച്ചാണ്, ചായപ്പൊടി പാട്ടിലില്ലേനു. പിന്നെ രാവിലെ ചായക്ക് വെള്ളം വെക്കുമ്പോഴേക്കും ഭയങ്കര മടിയാണ്, വലിയ വാട്ടിൽ നിന്ന് ചെറിയ വാട്ടിലെല്ലാം ഇടാനെല്ലാം പൊളിച്ചിട്ടിടാനും ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇട്ട് വെച്ചാണ്. പിന്നെ ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കിനേനു, അപ്പോൾ അതും കൂടി ഞാൻ ചായക്ക് പിള്ളേർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പിള്ളേരും തന്നെ ഒരുമിച്ച് ചായ കുടിച്ച് പിന്നെ എന്താ പറയുക, ചായ കുടിയാണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാൻ പോയി. ഞാനിതൊക്കെ അൽഫാമിന് പോയാടെ പെരക്കി വെച്ച് മസാല പെരക്കിയിട്ടാണ് പിന്നെ ഞാൻ കുളിക്കാൻ പോയത് തന്നെ. പിന്നെ ബാത്റൂം തേച്ചാകാനുണ്ടല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ അൽഫാം ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രിൽ പാനിൽ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത പ്രാവശ്യം ഇതിൻ്റെ മസാല പരട്ടുന്ന നേരം ഞാൻ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ വീഡിയോ എടുക്കാം, റെസിപ്പി കാണിച്ചു തരാം കേട്ടോ.
പിന്നെ ഞാൻ ഈ ഒരു എയർ ഫ്രയറിൽ വെച്ചിട്ട് 2 എണ്ണം ചുട്ടെടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ അടുത്ത് വാങ്ങിയതാണ്. പിന്നെ ഇത് വാങ്ങാൻ എൻ്റെ മാപ്പിള കുറേ നാളായി പൂതി വെക്കുന്നത്, അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ നോക്കുമ്പോൾ നല്ല ഉപകാരം തന്നെയാണ്. ഇതിൽ അങ്ങനെ ഓയിലൊന്നും ആവശ്യമില്ല. ഓയിലെല്ലാം ഈ പാത്രത്തിൽ വന്ന് നിന്നോളും. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ മേലയിലാണ് ചിക്കൻ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ലേശം ഓയിൽ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂണോ അല്ലെ 2 സ്പൂൺ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇതിൽ പറ്റി പിടിക്കും ചിക്കനെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇത് ഓവൺ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തുറന്നു നോക്കെല്ലാം ചെയ്യാം. ഞാനിപ്പോൾ തിരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പുറത്ത് എടുത്തത്. പിന്നെ എന്നിട്ട് അതുപോലെ തന്നെ വെച്ചെടുത്താൽ മതി. ഇനി നമ്മൾ പുറത്തെടുക്കുമ്പോൾ പിന്നെ സ്വിച്ച് ഓഫ് ആക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഓയിൽ ഉള്ളത്. കണ്ട അതിൻ്റെ അടിയിലത്തെ പാത്രത്തിലാണ് ഉണ്ടാകാൻ. അപ്പോൾ ചിക്കന് നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുക്ക് ചെയ്യേണ്ട ടൈമും കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ അമ്മൂസ് ഉണ്ടാക്കണം. പിന്നെ അമ്മൂസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അതിന് മുമ്പ് ഇട്ടിന്, അതുകൊണ്ട് ഞാൻ റെസിപ്പി കാണിക്കുന്നില്ല. അറബിക് ഫുഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിനു. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കട്ടെ. നല്ല ടേസ്റ്റുള്ള അമ്മൂസാണ്. അപ്പോൾ ചിക്കനെല്ലാം റെഡിയായി. ഇനി ഇതാ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. പിന്നെ ഗാർലിക് പേസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിയതാണ്. അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഈ ഒരു എയർ ഫ്രൈയിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അമ്മൂസിനൊന്ന് മൊഞ്ചാക്കി വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ല കബാബും അതുപോലെ തന്നെ ചിക്കൻ ടിക്കൻ്റെ എല്ലാം റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് അറബിക് ഫുഡിൻ്റെ വീഡിയോ ഇട്ടിന്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അൽഫാമിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാ അല്ലാഹ് ഇടാം. പിന്നെ ഞാൻ അതിന് മുമ്പ് ഒരു വ്ളോഗിൽ ഇട്ടിന് അൽഫാമിൻ്റെ, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.